ഈ തന്തയും മോനും കൂടെ നമ്മളെ ചിരിപ്പിച്ചു കൊല്ലും. ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രി പാലായിലേക്ക് എഴുന്നള്ളുമെന്നായിരുന്നു. കൂട്ടുകാരൻ തേച്ച് അത് തിരുവല്ലയിലേക്ക് ആക്കിയപ്പോൾ പാലായിൽ സമ്മേളനത്തിന് പറ്റിയ ഗ്രൗണ്ട് ഇല്ലെന്നും ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റിയ സ്ഥലമില്ലെന്നും വെച്ചങ്ങ് കാച്ചി. അതൊരു വഴിക്ക്. 2 മാസം മുമ്പ് ഇന്ത്യയുടെ പ്രസിഡന്റ് 2 ഹെലികോപ്റ്ററിന്റെ അകമ്പടിയോടുകൂടി പാലാ സെന്റ് തോമസ് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങിയത് ഈ പൊങ്ങനങ്ങ് മറന്നുപോയി. തിരുവല്ലയിലും ഹെലികോപ്റ്റർ ഇറങ്ങാൻ സ്ഥലമില്ലായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങിയിട്ട് കാറിലാണ് തിരുവല്ലയ്ക്ക് പ്രധാനമന്ത്രി എത്തിയത്. അത് സ്ഥാനാർത്ഥിയുടെ വില. പ്രധാനമന്ത്രി മടിയിലാണെന്നും അമിത്ഷാ പോക്കറ്റിലാണെന്നും വിളിച്ചു കൂപ്പിക്കൊണ്ട് നടക്കുന്നവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പാവം. ഇപ്പോഴവസാനം പറഞ്ഞിരിക്കുന്നത് ദീപിക പത്രം വായിച്ചിട്ട് അമിത്ഷാ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന്. എല്ലാ ദിവസവും ദീപിക പത്രം വായിച്ചിട്ടാണ് അമിത്ഷാ കാര്യങ്ങൾ നീക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഇവനോട് ചോദിച്ചിട്ടാണ് അമിത്ഷാ തീരുമാനമെടുക്കുന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയായി തീരുമല്ലോ കർത്താവേ. സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഭയും വേണ്ടെന്ന് BJPക്ക് വേണ്ടി ഇവൻ അങ്ങ് തട്ടി വിടുകയാണ്. അമിത്ഷായോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതിനിടയ്ക്ക് വേറൊന്നുകൂടി കാച്ചിട്ടുണ്ട്. 20-ാം തീയതി FCRയുടെ കാര്യം അത് ചർച്ച ചെയ്യാൻ ക്രിസ്ത്യൻ മെത്രാന്മാരെ എല്ലാവരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ഇക്കാര്യം അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായതാണ്. ഇവന്റെ സംസാരം കേട്ടാൽ തോന്നും ക്രിസ്ത്യാനികളെ മൂക്കിൽ കയറ്റി വലിച്ചു കളയുമെന്ന്. ഇങ്ങനെ വളവള എന്ന് പറയാനല്ലാണ്ട് ഇവന്മാരെ കൊണ്ട് വേറെ എന്ത് കാര്യത്തിന് കൊള്ളാം? ഒരു കുന്തവും ഉമാർക്ക് ചെയ്യാൻ അറിയില്ല. പണ്ട് മുനമ്പത്ത് പ്രശ്നങ്ങളെല്ലാം തീർത്തത് ഇവനാണെന്നും പറഞ്ഞുകൊണ്ടാണ് നടന്നത്. യഥാർത്ഥത്തിൽ അന്നത്തെ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് പാർട്ടി പ്രസിഡന്റ് K. സുരേന്ദ്രനുമായി ആലോചിച്ച് തുടങ്ങി വെച്ച ഒരു പരിപാടിയായിരുന്നു മുനമ്പം സമരം. രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായി വന്നതോടുകൂടി അയാൾക്ക് എർത്തടിച്ചു നടക്കുന്ന ഷോൺ അതങ്ങോട്ട് ഏറ്റെടുക്കുന്നു. ഒടുവിൽ കേന്ദ്രമന്ത്രി നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമായ ഉപദേശം നൽകിയത് ഇവനായിരുന്നു അത്രേ. അന്നത്തെ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് കടപ്പുറത്തെ പാവപ്പെട്ട സമരസമിതി പ്രസിഡന്റിനോട് എന്ത് ഭേദഗതിയാണ് വേണ്ടതെന്ന് നിങ്ങളുടെ അഭിഭാഷകനോട് ചോദിച്ചിട്ട് പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അധികം താമസിക്കുന്നതിന് മുമ്പ് ഷോണ് അന്നത്തെ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചിട്ട് അക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് താൻ മന്ത്രിയോട് അതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുമാണ് പറഞ്ഞത്. മുൻകാല പ്രാബല്യം എന്ന ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അന്നേ പരിഹാരമുണ്ടാകുമായിരുന്നു. ഏതായാലും ജോസ് കെ മാണിയുടെ ഫലപ്രദമായ ഇടപെടൽ കൊണ്ട് കേരള സർക്കാർ മുനമ്പം നിവാസികൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം തുറന്നു കൊടുക്കുകയും ചെയ്തു. അതാണ് മുനമ്പം സമരം. ഇപ്പോൾ അതിൻ്റെ ബാപ്പയും താനാണെന്ന് പറഞ്ഞാണ് ഇയാൾ നടക്കുന്നത്. അപ്പനും മോനും ഇപ്പോൾ BJPയിൽ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജനിച്ച കുലത്തെയും അതിൻ്റെ തലവന്മാരെയും തന്തയ്ക്ക് വിളിക്കുന്നത്. ജോർജ് മകനും എത്ര തന്തയ്ക്ക് വിളിച്ചാലും കത്തോലിക്ക സഭയ്ക്ക് ഒരു ഡാഷ് സംഭവിക്കുകയില്ല. പണ്ട് റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലത്ത് റഷ്യൻ ആർച്ച് ബിഷപ്പിനോട് വിപ്ലവ നേതാവായ ജോസഫ് സ്റ്റാലിൻ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ കത്തോലിക്ക സഭയെ റഷ്യൻ ഇല്ലാതാക്കും. ഉച്ചത്തിലൊരു ചിരി ചിരിച്ചുകൊണ്ട് റഷ്യൻ ആർച്ച് ബിഷപ്പ് മറുപടി പറഞ്ഞു, ഞങ്ങൾ മെത്രാന്മാർ പലപ്പോഴും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതാണ്, ഇതുവരെ സാധിച്ചിട്ടില്ല, പിന്നെ അല്ലേ നിങ്ങൾ. കേരളത്തിലെ കത്തോലിക്ക സഭയിലെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാദമായ പല കാര്യങ്ങളും സഭയിൽ നടക്കുമ്പോൾ ആർച്ച് ബിഷപ്പ്, അതായത് റഷ്യൻ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ബോധ്യപ്പെടും. ഒരു കാര്യം കൂടി പറയാം. നീയൊക്കെ വിളിക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് തന്തയ്ക്ക് വിളിക്കാൻ ഈ മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും എല്ലാം നന്നായി അറിയാം. ആ വെളുത്ത കുപ്പായത്തിൻ്റെ മാന്യതയിൽ അവരത് ചെയ്യുന്നില്ലെന്നേ മാത്രമേ ഉള്ളൂ. നീയൊക്കെ പഠിച്ച കളരിയിൽ തന്നെയാണ് അവരും പഠിച്ചത്. അതുകൊണ്ട് മകനെ ജോർജിൻ്റെ മോനെ, നിങ്ങളൊന്നും പോരാ ഈ ക്രൈസ്തവ സഭകളെ മൂക്കേറിട്ട് പിടിക്കാൻ. അതിന് പോകുന്നവരാരും ഇതുവരെ ജനിച്ചിട്ടില്ല ഈ ഭൂമി മലയാളത്തിൽ. കാരണം ഇത് പത്രോസ് ആകുന്ന പാറയിൽ പണിതിരിക്കുന്ന പ്രസ്ഥാനമാണ്. അത് മാത്രം ഓർത്താൽ മതി.